വെൽക്കം ടു ഡബ്ലിൻ മല്ലു വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ലേറ്റസ്റ്റ് ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. സോ നമ്മൾ എന്താ ഉള്ളത് ഇവിടെ നമ്മുടെ ഡബ്ലിൻ ഡോക്കിലാണ്. ഇവിടെ ഗ്രാൻഡ് കനാൽ എന്ന് പറയും. സോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഗ്രാൻഡ് കനാൽ. നമ്മുടെ സിറ്റിയിൽ നിന്ന് വന്ന് ബ്രേയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരാൻ സാധിക്കും. സോ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ട്സ്പോട്ടാണ്, ഒരു വാട്ടർ ഫ്രണ്ട് ഏരിയ ആണ്. കുറേ കാര്യങ്ങൾ കാണാറുണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ആദ്യം നമ്മളോട് ചിലവഴിക്കാൻ പോകുന്ന കുറച്ച് സമയം ഇവിടെ ആയിരിക്കും കേട്ടോ. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറേ വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള ഏരിയയും അതുപോലെ തന്നെ കുറേ കാഴ്ചകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യണം കേട്ടോ. സോ വെൽക്കം ടു ദ വീഡിയോസ് ഓഫ് ഫോർ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ ഡബ്ലിൻ മല്ലു വേൾഡ് എന്നുള്ള യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്സ് എല്ലാം തന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം വെൽക്കം. അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി, മീൻസ് ഗ്രാൻഡ് കനാൽ ഡോക്ക് എന്ന സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ അത്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ആക്ച്വലി. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിറയെ ബിൽഡിംഗ് ആണ് കേട്ടോ. വലിയ കുറച്ച് പൊക്കമൊക്കെ ഉള്ള ബിൽഡിംഗ് ആണ്. ഇവിടെ പൊക്കമുള്ള ബിൽഡിങ്ങുകൾ വളരെ കുറവാണ്, പക്ഷേ എങ്കിൽ കൂടിയും ഉള്ളതിൽ പൊക്കമുള്ള ബിൽഡിങ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഗ്രാൻഡ് കനാൽ ഡോക്ക് ആക്ച്വലി. സോ നല്ലൊരു ഏരിയ ആണ്. ഇത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഭാഗത്തു നിന്ന് എടുത്താണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മെയിൻ റൂട്ടിലേക്കാണ് ഇറങ്ങുന്നത്. റൂട്ടിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഏകദേശം ഇടത് സൈഡ് ചേർന്ന് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ആ ഒരു ശരിക്കും പറഞ്ഞ ആ ഒരു ഡോക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. ചെറിയ ബോട്ടുകളുടെ ഡോക്ക് ഏരിയയാണ് അത് ആക്ച്വലി. അതാണ് ഗ്രാൻഡ് കനാൽ ഡോക്ക് എന്ന് പറയുന്നത്. ഒരു കനാൽ പോലെ സീയുടെ അടുത്തുനിന്ന് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ് ആക്ച്വലി. അപ്പം ചെറിയ ചെറിയ ബോട്ടുകൾ അവിടെ വന്നിട്ടാണ് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇങ്ങനെ ഗ്രാൻഡ് കനാൽ ഡോക്ക് എന്ന് പേര് വരാൻ തന്നെ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ സൈഡിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പം ആണ് നമ്മൾ ആ പാലമുള്ള ഭാഗത്തേക്ക് ചെല്ലുന്നത്. ഞാൻ ആദ്യം നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് പിടിച്ച ആ വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റും അത്. അപ്പോൾ അങ്ങനെ നടന്ന് മുന്നോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ വെള്ളം കാണാവുന്ന രീതിയിൽ ഞാൻ ഒരു ഇത് കണ്ടു. എന്നാൽ ഒന്ന് ജസ്റ്റ് കയറി നോക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഇടവഴിയിലൂടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത്. അന്നേരമാണ്ടേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ എല്ലാം പൂട്ടിക്കെട്ടി വെച്ചേക്കുക. അപ്പം ജസ്റ്റ് ഒന്ന് ഓടിപ്പോയിട്ട് പെട്ടെന്ന് വീഡിയോ പിടിച്ച് ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇറങ്ങിപ്പോകുന്നു കേട്ടോ. കാരണം അത് വല്ല റെസ്ട്രിക്റ്റഡ് ഏരിയ ആണോ എന്നറിയത്തില്ല. അവിടെ അങ്ങനെ ഒരു കണ്ടോ, അവിടെ വലയൊക്കെ വെച്ചിട്ട് അവിടെ എന്തോ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സീറ്റ്സ് ഒക്കെ കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു ബോട്ട് വന്നിട്ട് ആളുകളെ എടുത്തു പോകുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഈ ഭാഗം കണ്ടു, ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ കാണുന്ന പാലത്തിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ നടന്ന് കയറാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ജസ്റ്റ് ഇതൊന്നും കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ആ കാണുന്ന ആ ഭാഗമാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ വേഗം ആ ഒരു സ്ഥലം എനിക്കൊരു കംഫർട്ടബിൾ അല്ലാന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഞാൻ പിന്നെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഇടത് സൈഡിലേക്ക് വീണ്ടും കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡോക്കിൻ്റെ അങ്ങോട്ട് വരുന്നത്. ഈ ഗ്രാൻഡ് കനാൽ ഡോക്കിൻ്റെ അടുത്തേക്ക് വരുന്നത്. അതിൻ്റെ അങ്ങോട്ടുള്ള ആ ഒരു പാലമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. കണ്ടോ, അതൊരു പാലമാണ് കേട്ടോ. അപ്പോൾ ഇടത് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കിടന്ന ബോട്ടുകൾ തന്നെ വീണ്ടും നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഞാൻ ആ ഭാഗത്താണ് നിന്നത്. അവിടെ നിന്നുള്ള ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വലത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെ ബോട്ടുകളൊക്കെ ഉണ്ട്. കണ്ടോ, പാലത്തിൻ്റെ ഇത് പാലമാണ്, ഇപ്പോൾ നടന്നു പോകുന്ന പാലമാണ് ആക്ച്വലി. സോ അതിൻ്റെ വലത് സൈഡും വെള്ളം കയറി കിടക്കുന്ന ഇടം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ട് പോയതാണ് ഈ ഒരു സൈഡിലേക്ക്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതാണ് അതിൻ്റെ വലത് സൈഡായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് അല്ലല്ലോ, അത് ഇടത് സൈഡ് തന്നെയാണ്. ഇടത് സൈഡ് തന്നെയാണ്, വലത് സൈഡല്ല. ഇനി നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം വലത് സൈഡിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളൊരു പലമാണ്. കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് വന്നിട്ട് അവിടെ സിഗ്നലുണ്ട്, പെഡിസ്ട്രിയൻസ് ഉണ്ട്. അപ്പോൾ പെഡിസ്ട്രിയൻ ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പം ഇപ്പുറത്തേക്ക് ഞാൻ കടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വരച്ചോടെയാണ് കയറി വന്നത്. അതിനുശേഷം പാലത്തിൻ്റെ വലത് സൈഡിലേക്ക് നമ്മൾ മാറി വന്നിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് അത് തുടങ്ങുന്നത് ആക്ച്വലി. സോ ഇവിടെയാണ് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് ആളുകളൊക്കെ വന്നിരിക്കുന്നത് വർത്താനം പറയാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇടത് സൈഡിൽ കുറേ കഫേസ് ഉണ്ട്. ഇപ്പോൾ എന്തായാലും വർക്കിംഗ് ഡേ അതിനുള്ള ഉള്ള ആളുകളൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് സൈക്കിളൊക്കെ എടുത്ത് ചവിട്ടി പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനുള്ള സൈക്കിളും എടുക്കാനുള്ളൊരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
കണ്ടില്ലേ? ഇതാണ് ഒരു ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ളത്. അപ്പം ഇത് മൊത്തം ഇങ്ങനെ കനാല് പോലെ കയറി കിടക്കുന്നതാണ് കടലിൽ നിന്ന്. കണ്ടോ? അപ്പോൾ കുറേ ഏരിയാസ് ഉണ്ട് കേട്ടോ അവിടെ. കണ്ടില്ലേ? ഈ ഒരു ഏരിയ കാണുമ്പോൾ എനിക്ക് മെൽബണിൽ നമ്മുടെ ആ മെൽബൺ ട്രെയിൻ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്ത് നമ്മുടെ ആ ഒരു ഏരിയ എനിക്ക് ഓർമ്മ വരുന്നത്. സോ നല്ലൊരു കണ്ടോ? ഈ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ ശരിക്കും മെൽബണിൻ്റെ ആ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഫ്രണ്ട് സ്ട്രീറ്റ് സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ ഉള്ള ഭാഗം കണ്ടില്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു മൊത്തം ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പൂണൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ, ചുമന്ന പൂൺസൊക്കെ. അപ്പം കണ്ടോ, ഈ ഭാഗമാണ്, ആ ബോട്ട് വരുന്ന ഭാഗമാണ് ആക്ച്വലി കടലിൽ നിന്ന് കയറി കിടക്കുന്ന ഭാഗം. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അത് കാണാനൊക്കെ ആയിട്ട് പറ്റും. ഞാൻ നിൽക്കുന്ന ഏരിയയുടെ ഏകദേശം ഒരു വ്യൂ കാണാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ നോക്കിയാൽ മതി. ഈ ഒരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം നമ്മുടെ ഡോക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് കനാലിൻ്റെ ഡോക്കലാണ്, ഗ്രാൻഡ് കനാലിൻ്റെ ഏകദേശം ഒരു സൈഡിലാണ്. ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ട് സർവീസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബോട്ട് സർവീസിന് പോകണമെന്നുണ്ടെങ്കിൽ അവരെല്ലാം കൊണ്ട് നമ്മൾ കാണിച്ചു തരും. ഇങ്ങനെ ഒരു അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. നമുക്ക് വാട്ടർ ഫ്രണ്ട് ഏരിയ ആയതുകൊണ്ട് നല്ല ലുക്കാണ് ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിവിടെ ബോട്ട് കയറി നമ്മളെല്ലാം നടന്ന് ബോട്ടിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ അവരത് എക്സ്പ്ലെയിൻ ചെയ്തെല്ലാം കാണിക്കുന്നുണ്ട്. ഒരു ഗൈഡഡ് ടൂർ പോലെ കാണിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്. ഈ ഒരു ഏരിയ അത്ര വലിയ വൃത്തിയുള്ളൊരു ഏരിയ ഒന്നുമല്ല. നല്ല സ്മെല്ലാണ്. അതെനിക്ക് തോന്നുന്നു ഈ വാട്ടറിൻ്റെ സ്മെല്ലാണെന്ന് തോന്നുന്നു. ഇവിടെ അത്ര ഒരു വൃത്തിയൊന്നും കാണാനൊന്നുമില്ല. പക്ഷേ നല്ല ഒരു ഏരിയ ആണ്. കുറേ വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ ഒത്തിരി ആൾക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതുവരെ വന്നിട്ടില്ല. ഗ്രാൻഡ് കനാലിൽ പലപ്പോഴും ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഇത് വന്നത്. അപ്പം ഞാൻ ഇരുന്നോടന്ന് കുറച്ച് മുന്നോട്ടിങ്ങ് പോകുന്നു കേട്ടോ. ഇവിടെ കുറേ ഇതും വാട്ടർ ഫ്രണ്ട് ഏരിയ തന്നെയാണ്. കാണാനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് കെട്ടിടങ്ങളും ഒക്കെ. ഞാൻ ഈ ഒരു സൈഡിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഇങ്ങോട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് വാട്ടർ ഫ്രണ്ട് ഏരിയ ആണ്. പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും കാണാനില്ല. കുറച്ച് വാട്ടർ, അതാണ്.
അപ്പോൾ ഈ ഒരു ഏരിയയിൽ കൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു പാർക്ക് പോലെയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒരു ബ്ലോക്കൊക്കെയാണെന്ന് തോന്നുന്നത്. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പാലമൊക്കെ കാണാനുണ്ട്. അങ്ങനെ ഉണ്ടല്ലേ, ബിൽഡിംഗ് കണ്ടോ, സൂപ്പറല്ലേ. അപ്പോൾ ഞാൻ നടന്ന് വന്ന് ചാടിയ വഴി കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഇത് നമ്മുടെ ഈ മില്ലേനിയം ബ്രിഡ്ജൊക്കെ ഇരിക്കുന്നതിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഏരിയ തന്നെയാണ് ആക്ച്വലി. ബട്ട് നമ്മൾ വേറെ റൂട്ടിലൂടെ വരുമ്പോൾ കുറേയൊക്കെ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ നടന്നു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മില്ലേനിയം ബ്രിഡ്ജിൻ്റെ ലൊക്കേഷനിലൊക്കെ നമ്മൾ ഇതിന് മുന്നേ പോയിട്ടുള്ളൊരു ലൊക്കേഷൻ തന്നെയാണ്. ആ ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ വീണ്ടും വന്ന് ചാടുന്നത്. അപ്പം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി. ഞാൻ ഇത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ദേ കാണുന്നതാണ് മില്ലേനിയം ബ്രിഡ്ജ്. നമ്മളിതിന് പിന്നെ വന്നിട്ടുള്ള സോറി, ഇത് ബക്കറ്റ് സംതിങ് ലൈക്ക് ബക്കറ്റ് ബ്രിഡ്ജ് ആ കാണുന്നത്. അതിൻ്റെ പുറകിലാണ് മില്ലേനിയം ബ്രിഡ്ജ് ഉള്ളത്. ഇതിനു മുമ്പ് നമ്മൾ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത്. അപ്പോൾ അങ്ങോട്ടാണ് വന്ന് ചാടിയത്. അപ്പോൾ നമുക്ക് നടന്നു വന്നതിൻ്റെ ഒരു എഫേർട്ട് കിട്ടി. കാരണം നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്കാണ് വന്ന് ചാടിയേക്കണം. അപ്പോൾ നമുക്ക് ട്രെയിൻ പിടിക്കാനോ ബസ് പിടിക്കാനൊക്കെ ഈസി ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് നമ്മൾ വന്ന് ചാടിയേക്കണേ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ലൊക്കേഷൻ അറിയാതെ വന്ന് കഴിയുമ്പോൾ നമ്മൾ എവിടെ പോയി ചാടുന്നതെന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് വന്ന് ചാടിയേക്കുന്നത്. എന്തായാലും അടിപൊളിയാണ്. ഈ സൈഡിൽ ഒത്തിരി ഓഫീസസുകൾ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ലീഫി റിവറിൻ്റെ ഏകദേശം സൗത്ത് സൈഡായിട്ട് വരും. ഇപ്പുറം കാണുന്നതാണ് നോർത്ത്, ഇത് സൗത്ത് സൈഡാണ്. ലീഫി റിവറിൻ്റെ സൗത്ത് സൈഡാണ്. അതിക്കൂടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാട്ട് ആൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. ചില സമയത്ത് അങ്ങനെയാണ്, നമ്മൾക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് പിടി കിട്ടിയെന്ന് വരത്തില്ല, പക്ഷേ പൊളിയാണ്. അപ്പം ഗ്രാൻഡ് കനാൽ ഡോക്കിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ഞാൻ വന്ന് എത്തിയേക്കണം ഇപ്പം നമ്മുടെ ലീഫി റിവറിൻ്റെ സൗത്ത് സൈഡിലാണ്. ഇവിടെ ഈ വഴിക്ക് നമ്മൾ ഒരുപാട് പ്രാവശ്യം കറങ്ങിയിട്ടുള്ള വഴി തന്നെയാണ്. ഇതിന് മുന്നേയും വന്ന് നമ്മൾ കറങ്ങി സംഗതികളൊക്കെ കണ്ടിട്ട് പോയിട്ടുള്ള ഇടമാണ്. അപ്പം നമ്മൾ നടന്നു വന്നപ്പം ഈ ഭാഗത്തേക്കാണ് വന്നത്. കാരണം നമ്മൾ ശരിക്കുന്ന റൂട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വന്നത്. അപ്പോൾ കുറച്ച് കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റി. അപ്പം നമ്മുടെ ഈ ലീഫി റിവർ മുന്നോട്ട് പോകാനുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടേക്കാണ്. കാരണം നമ്മുടെ ബ്രിഡ്ജൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് തീരുവാണ്. ഇവിടെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് ഞാൻ പോയില്ല ആക്ച്വലി. വേണമെന്നുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണമെന്നൊരു താഴത്തേക്ക് നടക്കാം. അപ്പോൾ എത്രമാത്രം നടക്കാനൊന്നും പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ആ വഴിക്ക് പോയിട്ടില്ല. പക്ഷേ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.